എഴുന്നേൽക്ക എഴുന്നേൽക്ക, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട, എൻ്റെ ചിന്ത ജയം മാത്രം. എൻ്റെ ലക്ഷ്യം ജയം മാത്രം. എൻ്റെ വാക്കും ജയം മാത്രം. യേശു നൽകും ജയം മാത്രം. ശരീരമേ ജീവൻ പ്രാപിക്കാം, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്കാം. നാഡീനരമ്പുകൾ ജീവൻ പ്രാപിക്കാം. യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാം. എഴുന്നേൽക്ക എഴുന്നേൽക്ക, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട, എൻ്റെ ചിന്ത ജയം മാത്രം. എൻ്റെ ലക്ഷ്യം ജയം മാത്രം. എൻ്റെ വാക്കും ജയം മാത്രം. യേശു നൽകും ജയം മാത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം 13-ാം വാക്യം. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം ദൈവത്തിന് എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. സ്തുതിയും സ്തോത്രാർപ്പണവും പ്രാർത്ഥനയുമാണ് ഈ ഭാഗത്ത് കാണുന്നത്. തെസ്സലോനിക്കർക്ക് അപ്പോസ്തലൻ എഴുതുകയാണ്, ഞങ്ങൾ എന്തു ചെയ്യാണ്? കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, വിശ്വാസികളോട് പറയാണ്, യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചവരോട് പറയാണ്, പ്രിയ സഹോദരന്മാരെ, യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ നമ്മളെല്ലാം ദൈവമക്കളായി മാറി. എല്ലാവരും സഹോദരന്മാരായി മാറുകയാണ്, സഹോദരന്മാരായി മാറുകയാണ്. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന്, പ്രിയ സഹോദരന്മാരെ എന്നിട്ട് അഭിസംബോധന ചെയ്യുകയാണ്. നിങ്ങൾ എൻ്റെ പ്രിയ സഹോദരന്മാരാണ് എല്ലാവരും, യേശുവിനെ സ്വീകരിക്കുന്ന മൊത്തം പേരും. എന്നിട്ട് പറയാണ്, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്താലും, ദൈവം നിങ്ങളെ എന്ത് ചെയ്തിരിക്കുകയാണ്? ആത്മാവ് കൊണ്ട് വിശുദ്ധീകരിച്ച് കഴിഞ്ഞതാണ്. എന്നാ ആദ്യം മുതൽ, ലോകത്തിന് അടിസ്ഥാനമിടുന്നതിന് മുമ്പ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തതാണ്. എന്തിനു വേണ്ടിയാ? വിശുദ്ധീകരണത്തിന്. ആത്മാവ് കൊണ്ട് വിശുദ്ധീകരിച്ച് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. എങ്ങനെ? എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തേക്കുന്നത്? രക്ഷയ്ക്ക് വേണ്ടിയാണ്. രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം, അങ്ങനെയുള്ള ആളുകൾ നിമിത്തം ഞാൻ ദൈവത്തെ എപ്പോഴും, കർത്താവെ ഇവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിനെ സ്വീകരിച്ച ഈ പ്രിയ സഹോദരങ്ങളെ ഓർത്ത്, ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തുതിക്കാൻ എന്ത് ചെയ്യാം? കടംപെട്ടിരിക്കുന്നു. അത് സ്തുതിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഒരു ദൈവത്തിനെ കണ്ടാൽ സ്തുതിക്കാൻ തുടങ്ങണം, ദൈവത്തിന് സ്തോത്രം കരയറ്റാം. മറിയ ഒരിക്കൽ യാത്ര ചെയ്ത് യേശുവിനെ ഉള്ളിൽ വഹിച്ച് യഹൂദ മലനാട്ടിലേക്ക് പോകുമ്പോൾ എലിസബത്തിനെ കാണുമ്പോൾ, അവർ തമ്മിൽ കാണുമ്പോൾ, മറിയ എലിസബത്തും കാണുമ്പം പിള്ള ഗർഭത്തിൽ തുള്ളുന്നു. ഒരാൾ മറ്റേ ആളോട് പറയാം, നീയാണ് സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം കരയേറ്റുകയാണ്, സ്തുതിക്കുകയാണ്. അങ്ങനെ ദൈവമക്കളുണ്ടാകുന്നുണ്ട്. പരസ്പരം കാണുമ്പോൾ വിദ്വേഷമോ ഭാരമോ ഭയമോ ഒന്നുമല്ല വരേണ്ടത്, സ്നേഹമാണ് വരേണ്ടത്. അവരെ ഓർത്ത്, അവർ രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നോർത്ത് ദൈവത്തെ സ്തുതിക്കാൻ കടപ്പെടണം. അപ്പം ഞാൻ നിങ്ങളോട്, നമ്മളൊരു കാര്യവും മറന്നു പോകരുത്, ഈ ഭൂമിയിലുള്ള മുഴുവൻ ലോകത്തെയും രക്ഷിക്കാനാണ് ദൈവത്തിൻ്റെ പദ്ധതി.
രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളവരാണ് നമ്മൾ കാണുന്ന എല്ലാവരും. അവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. അവർക്ക് വേണ്ടി സ്തുതി കരയറ്റാം. അതിനുവേണ്ടി ദൈവം നമ്മളെ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിൻ്റെ നമ്മൾ കടംപെട്ടിരിക്കുകയാണ്. നമ്മൾ കടംപെട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കടം കൊടുക്കാനുണ്ട്. എന്തിനാ? മറ്റുള്ളവർക്ക് വേണ്ടി സ്തോത്രം പറയാം. എന്നിട്ട് പറയണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വവും പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുകയാണ്? അപ്പോസ്തലൻ പറയാണ്, നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചെന്ന പ്രമാണങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചോണം. ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, പ്രമാണങ്ങൾ വാക്കിനാലോ എന്ത് ചെയ്യണം? ലേഖനത്താലോ ഉപദേശിച്ച് തന്നത് പ്രമാണങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചു പോകണം. എന്നിട്ട് പറയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യമായിട്ടുള്ള ആശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. എന്ത് ചെയ്യണം? നല്ല വാക്കിലും നല്ല പ്രവൃത്തിയിലും ദൈവം നമ്മളെന്ത് ചെയ്യട്ടെ? സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. കർത്താവെ, സ്തോത്രം കരയേറ്റുന്നു. എന്നെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ സ്തോത്രം കരയേറ്റുന്നു. കർത്താവിന് പ്രിയപ്പെട്ട സഹോദരന്മാരാണല്ലോ വചനം കേൾക്കുന്നത്. ആദ്യം മുതൽ ദൈവം ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിൽ ഇവരെ വിശുദ്ധീകരിച്ചതാണല്ലോ. സത്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നവരാണല്ലോ ഈ വചനം കേൾക്കുന്നത്. അങ്ങനെ ഇവർ നിമിത്തം ദൈവത്തെ ഞാനിന്ന് സ്തുതിക്കുന്നു. അതിനായി ഞാൻ കടംപെട്ടിരിക്കുകയാണല്ലോ. ഞാൻ സ്തോത്രം കരയറ്റുന്നു. വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവിൻ്റെ മഹത്വം വ്യാപരിക്കട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർഹപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ശരീരമേ ജീവൻ പ്രാപിക്ക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്ക, നാഡീ നരമ്പുകൾ ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക. എഴുന്നേൽക്ക, എഴുന്നേൽക്ക, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെക്കുറിച്ചുള്ള ചിന്ത വേണ്ട. എൻ്റെ ചിന്ത ജയം മാത്രം, എൻ്റെ ജയം മാത്രം, എൻ്റെ വാക്കു ജയം മാത്രം, യേശു നൽകും ജയം മാത്രം. എൻ്റെ വാക്കും ജയം മാത്രം, യേശു നൽകും ജയം മാത്രം.